അങ്ങനെ നമ്മുടെ പുതിയ അധ്യയന വർഷം 2025 അല്ലേ? ജൂൺ 1 ജൂൺ 2. അപ്പൊ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ തിരക്കില്ല. ഞങ്ങളിപ്പോ ഇന്ന് ഫസ്റ്റ് ദിവസമായ കാരണം കൊണ്ട് ഞങ്ങൾ കൊണ്ട് വിടാം. എല്ലാ കൊല്ലം ഫസ്റ്റ് ഡേ ഞങ്ങൾ കൊണ്ടാകാറുണ്ട്. ഇപ്പൊ 7:45 കഴിഞ്ഞ കൊല്ലൊക്കെ 9 മണിക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ? അപ്പൊ ഇവിടുന്ന് 8:30 പോകാറുണ്ട്. ഇത്തവണ 8:30 ക്ലാസ് തുടങ്ങും. 8:15 ക്ലാസ് തുടങ്ങും. അപ്പൊ 8 മണിക്ക് മുന്നേ ഇവിടുന്ന് പോണം. നേരത്തെ പോണം. അപ്പൊ ഇപ്പൊ എന്തായാലും ഒരു 10 മിനിറ്റ് മുന്നേ പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. കുട്ടികൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഹായ് പറഞ്ഞേ. ഫസ്റ്റ് ഡേ അല്ലേ സ്കൂളിന്റെ? അപ്പൊ ആഷിൻ എത്ര ക്ലാസ്സിലേക്കാണ് നീ? 7ലേക്ക്. വലിയ ചെക്കനായി. ശ്രീകുട്ടാ വാ, എത്ര ക്ലാസ്സിലേക്കാന്ന് പറഞ്ഞേ? 8ലേക്ക്. വലിയ കുട്ടികളായി. റെഡിയോ? 7:45 പോവാം. അതെന്താ അറിയോ, ഫസ്റ്റ് ഡേ ആയിരുന്നേ കൊറേ പേര് വണ്ടിയിലെ വരുന്നുണ്ടാവും. അപ്പൊ നല്ല ബ്ലോക്ക് ഉണ്ടാവും. സ്കൂൾ ദിവസങ്ങളിലെ ഏറ്റവും ബ്ലോക്കുള്ള സ്ഥലമാണ് ദേവമാതര. സ്കൂൾ ഈ ബ്ലോക്ക് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നേരത്തെ ആക്കിയിരിക്കണത് അവര് സ്കൂളെ. പോവാം വാ മതി വാ. നേരം വൈകി ഇനി സ്കൂളിൽ പോയിട്ട് കഥ പറയാം. 7:30 പോണം പറഞ്ഞ് എന്നിട്ട് ഇരിക്കുക. ഇറങ്ങിക്കോ. കൊട എടുത്തില്ലേ? കൊട ബാഗിൽ വെച്ചിട്ടില്ലേ? നേരത്തെ ക്ലാസ് റൂമിലായിരുന്നേ. വണ്ടികളുടെ തിരക്ക് കുറവുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ ഈ വഴിക്ക് ഓട്ടോറിക്ഷകളും അതുപോലെ ട്രാവലറുകളുടെ തിരക്കായിരിക്കും. നേരത്തേക്ക് നന്നായി. അല്ലെങ്കിൽ ഭയങ്കര വണ്ടികളുടെ തിരക്കായിരിക്കും വഴി കൂടെ. ഒരുപാട് ട്രാവലറുകൾ ഉണ്ട്. എല്ലാ സ്കൂളിലേക്കുള്ള ഉണ്ട് ഈ വഴിക്ക്. അല്ല, ഈ സമയത്ത് ക്ലാസ്സൊക്കെ നല്ലത്. ഒന്നുകൂടി നേരത്തെ എണീക്കല്ലോ. അവരോട് ഇനി 7 മണിക്ക് ക്ലാസ് ആക്കാൻ പറയാം അടുത്ത കൊല്ലം. പിള്ളേർക്ക് ഇപ്പൊ ആകെ ടെൻഷൻ എന്താ വെച്ച് കഴിഞ്ഞാ, അവർക്ക് എല്ലാ കൊല്ലം ക്ലാസ്സുകൾ ചേഞ്ച് ചെയ്യും. ഷഫ്ലിംഗ് ഉണ്ട്. അപ്പൊ അവരുടെ ഫ്രണ്ട്സ് ഒക്കെ പല ക്ലാസ്സിലായി പോകും. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് മെയിൻ കൂട്ടുകെട്ട് അവര് പൊളിച്ചു. അപ്പൊ ആ കുട്ടി വേറെ ക്ലാസ്സിലായി. പക്ഷെ അപ്പൂന് എന്താ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞ കൊല്ലം ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അത് വേറെ ക്ലാസ്സിലായി. അത് ഭയങ്കര ടെൻഷനിലായി രണ്ടുപേരും. അത് ഇപ്രാവശ്യം ഒരേ ക്ലാസ്സിലായി. അവൻ പറയും, ഞങ്ങള് രണ്ടുപേരും ഒരു ക്ലാസ്സിലാക്കാൻ ഒരു സാധ്യതയില്ല. എപ്പോഴും ഇവര് കൂട്ടുകൂടി നടക്കേ. ടീച്ചേഴ്സ് പറയാറുണ്ട് നിങ്ങൾ ഒരു ക്ലാസ്സിലാക്കില്ല പറയാറുണ്ട്. ഇവര് 2 ക്ലാസ്സിലായാലും ഇന്റർവെല്ലിനൊക്കെ ഒരുമിച്ച് എഡ്വിൻ ചങ്ക് എന്ന് പറയാം. അവന്റെ ഇവിടുന്ന് 10-15 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളിവിടുന്ന്. പക്ഷെ അവന്റെ ബർത്ത്ഡേ വരുമ്പോ ഞങ്ങൾ ഇവിടുന്ന് പോകാറുണ്ട്. പിള്ളേര് ഇവിടുന്ന് പോകാറുണ്ട്. അത്രയ്ക്കും ചങ്കാണ് സ്കൂൾ ബസ്. എന്തിനാ ഹാർട്ട് അടിക്കുന്നത്? ഒന്നുമില്ല. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് വേറെ ക്ലാസ്സിലാ. അതിന്റെയാണ്. അത് കുഴപ്പമില്ല. അതിന് നമ്മള് ക്ലാസ്സിലിരിക്കുമ്പോ പഠിക്കാൻ വേണ്ടത്. അത് കഴിഞ്ഞാലാണ് ഇന്റർവെൽ സമയമൊക്കെ അപ്പൊ കാണാമല്ലോ. അത് കുഴപ്പമില്ലല്ലോ. അതുകൊണ്ടാണല്ലേ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാനാവും. നമുക്ക് വണ്ടി ഇവിടെ എവിടെ നിർത്താം? ഞാൻ വരണോ ഉള്ളിലേക്ക്? എനിക്കറിയില്ല. ഇവിടെ വരുമോ? ഇവിടെ ഒതുക്കിക്കോ. ഇനിയിപ്പോ അവിടെ കല്ലിങ്ങ ഉള്ള സ്ഥലം പോകും അല്ലേ? പക്ഷെ ഇവിടെ പ്രശ്നമാണ്. പോലീസുകാരെപ്പോഴും പ്രശ്നം ഉണ്ടാക്കണത്. ഇവിടുന്ന് അപ്പോൾ ഇതാണ് കേട്ടോ മക്കളുടെ സ്കൂള്. ദേവമാത CMI പബ്ലിക് സ്കൂൾ തൃശ്ശൂർ പാട്രിയാക്കൽ. ഇപ്പൊ ഇതാണ് സ്കൂൾ ഗ്രൗണ്ട് കേട്ടോ. ഇവിടെയാണ് കുട്ടികളുടെ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ പ്രാക്ടീസ് നടത്താറ് കേട്ടോ. ഇത് ഈ ഗ്രൗണ്ടിന്റെ ഒരറ്റത്താണ് ഈ കിൻഡർ ഗാർഡൻ അല്ലേ? LKG സെക്ഷൻ. ഈ ഒരു അറ്റത്ത് ബാക്കി 1 to 12 വരെയുള്ള ക്ലാസ് നടത്താറ്. പിന്നെ നമ്മുടെ തൊട്ട ഇപ്പുറത്തെ സൈഡിൽ തന്നെ ഈ ഗ്രൗണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ ബാസ്കറ്റ് ബോൾ അതുപോലെ ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസിനുള്ള സൗകര്യം അവിടെ ഉണ്ട്.
അങ്ങനെ ആശ പതിവ് കലാപരിപാടിയോട് തുടങ്ങിട്ടോ. സ്കൂളിൽ എത്തിയ വഴിക്ക് തന്നെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചതുപോലെ കുറേ പേരുണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. 10 വർഷമായിട്ടുള്ള ഫ്രണ്ട്സാണ്. അവിടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ പാരൻസിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഡാൻസ് കളിച്ച ടീമാണ് കേട്ടോ. അങ്ങനെ മക്കളെ സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ എത്തിയത് 9 മണി. ഭയങ്കര മഴയായിട്ടാ ഞങ്ങളവിടെ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയത്. നല്ല മഴ, നല്ല മഴ. നല്ല മഴ. രാവിലെ മോള് ചോദിച്ചോളൂ, ഞങ്ങള് സ്കൂളിൽ പോണ ദിവസം മഴയൊന്നും ഇല്ലല്ലോ. എല്ലാ കൊല്ലം മഴ ഉണ്ടാവാറുള്ളതല്ലേ. ഈ കൊല്ലം ഒരാഴ്ച മുന്നേ മഴ തുടങ്ങി. ഇന്നലെ ഉണ്ടായിരുന്നില്ല മഴ, കാലത്തും ഉണ്ടാകുന്നില്ല. പക്ഷെ ഇപ്പൊ സ്കൂളിലാക്കി മഴ തുടങ്ങി. മക്കളെ അതുകൊണ്ട് തന്നെ അടുത്ത പ്രോഗ്രാം അസംബ്ലിയും കാര്യങ്ങളൊക്കെ രാവിലെ ഗ്രൗണ്ടിൽ ഉണ്ടാവേണ്ടതായിരുന്നു. അപ്പോ അതിപ്പോ മഴയുടെ ഇത് കണ്ടപ്പോ പിന്നെ അവര് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് ആക്കി. അല്ലെങ്കിൽ ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ തിരിച്ചു വരാറുള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ഞങ്ങള് പോന്നു. അതെ, ഇപ്പൊ സാധാരണ ഈ ടൈമിലേ പോവാറുള്ളൂ കേട്ടോ കുട്ടികള്. ഇന്നിപ്പോ 3/4 മണിക്കൂർ നേരത്തെ 8:15 ക്ലാസ് തുടങ്ങും ഈ വർഷം തൊട്ടിട്ട്. അപ്പൊ കുറച്ചുകൂടി നേരത്തെ ആവണം. നേരത്തെ, അതെ അതെ. ഭക്ഷണം കഴിച്ചാൽ ഞങ്ങള് ഭക്ഷണം കഴിച്ചു. വിശക്കുണ്ട്, അപ്പൊ പോയി കഴിക്കാം. ചായ കുടിച്ചിട്ട് പോയതാ ഞങ്ങള്. കഴിക്കാം. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.